എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ 2025 ഏപ്രിൽ 27 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന IPL 2025 46ാമത് മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. പക്ഷേ മത്സരത്തെ മറികടന്നത് വിരാട് കോഹ്ലിയും KL രാഹുലും തമ്മിലുള്ള തീപ്പൊരി വാക്കേറ്റമാണ്. ഈ വിവാദം മത്സരത്തിന്റെ ആവേശമോ അതോ വ്യക്തിപരമായ പകയോ? എന്താണ് സംഭവിച്ചത് എന്ന ആവേശകരമായ നിമിഷത്തിലേക്ക് നമുക്ക് നോക്കാം. RCB ക്യാപ്റ്റൻ രജത് പാട്ടിദാർ ടോസ് നേടി DCയെ ബാറ്റിംഗിനയച്ചു. DC 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 162 റൺസ് നേടി. രാഹുലിന്റെ 41 റൺസ് ഉൾപ്പെടെയാണ് DC ഒരു സ്കോർ നേടിയത്. RCBയുടെ ബൌളിംഗിൽ ഭുവനേശ്വർ കുമാർ മിന്നിത്തിളങ്ങി. 163 റൺസ് പിന്തുടർന്ന RCBക്ക് തുടക്കം പരുങ്ങലിലായി. എന്നാൽ 6ാം ഓവറിന് ശേഷം വിവാദം തുടങ്ങി. DCയുടെ മന്ദഗതിയിലുള്ള ഫീൽഡിംഗ് മാറ്റങ്ങൾക്ക് അമ്പയർമാർ മുന്നറിയിപ്പ് നൽകി. ബാറ്റിംഗിനിടെ കോഹ്ലി DC ക്യാപ്റ്റൻ രാഹുലിനോട് എന്തോ പറഞ്ഞു. രാഹുൽ മറുപടിയായി ഞാൻ സമയം പാഴാക്കിയില്ല എന്ന് പറഞ്ഞ് അമ്പയറെ കുറ്റപ്പെടുത്തി. ഇരുവരും തമ്മിൽ കനത്ത വാക്കേറ്റമായി. ഇതിനെപ്പറ്റി എക്സിൽ ആരാധകർ പൊട്ടിത്തെറിച്ചു. ഒരു യൂസർ എഴുതി, കോഹ്ലിക്ക് എല്ലാ ഇന്ത്യൻ താരങ്ങളോടും വഴക്കാണ്, രാഹുലിനോട് എന്തിനിത്? മറ്റൊരാൾ ചോദിച്ചു, കോഹ്ലിയും രാഹുലും തമ്മിൽ എന്താണ് ശരിക്കും നടക്കുന്നത് എന്ന്. എന്നാൽ മത്സരശേഷം കോഹ്ലി രാഹുലിന്റെ അടുത്ത ചിന്നസ്വാമിയിലെ സ്റ്റേഡിയത്തെപ്പറ്റി പറഞ്ഞത് ഇത് എന്റെ ഗ്രൗണ്ട് ആണ് എന്നതിനെ ആഘോഷിച്ച് പരിഹസിച്ച് ഇത് എന്റെ വീടാണ് എന്ന് തമാശയായി മിമിക്രി ചെയ്തു. രാഹുൽ ചിരിച്ചുകൊണ്ട് പവലിയനിലേക്ക് ചൂണ്ടി മറുപടി നൽകി. ഈ ലഘുവായ നിമിഷം ആരാധകരെ ആവേശത്തിലാഴ്ത്തി. മത്സരത്തിൽ കോഹ്ലിയുടെ 51 റൺസ് RCBയെ ജയത്തിലെത്തിച്ചു. പക്ഷേ ഈ വാക്കേറ്റം ഒരു മത്സര ആവേശമോ അതോ കോഹ്ലി രാഹുൽ ഏറ്റുമുട്ടലിന്റെ പുതിയ തുടക്കമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതുപോലെ DCയുടെ മുൻ വിജയത്തിന് കോഹ്ലി മറുപടി നൽകിയോ? ആരാധകർക്കിടയിൽ ചർച്ച തുടരുകയാണ്. ഇതെല്ലാത്തിനെയും പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കോഹ്ലിയുടെ വാക്കുകൾ ശരിയായിരുന്നോ? രാഹുലിന്റെ മറുപടി എങ്ങനെയുണ്ട്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.